ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ തയ്യാറാക്കിയാലോ. ക്യാരറ്റ് തോരനാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു തോരനാണ്. ഞാനിതിന് വേണ്ടിയിട്ട് 3 വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് സവാള ചേർക്കാം. ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയുടെ പകുതിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ 3 വലിയ ക്യാരറ്റാണല്ലോ എടുത്തത്, അപ്പോൾ ഇത്രയും സവാള നമുക്ക് വേണ്ടി വരും. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. 3 പച്ചമുളകും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഈ ക്യാരറ്റിന് അല്പം മധുരമുള്ളതായതുകൊണ്ട് പച്ചമുളക് അല്പം കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ്. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തത്. ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. 3 വലിയ ക്യാരറ്റാണ് ഈ തോരൻ തയ്യാറാക്കാനായിട്ട് എടുത്തത്. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലുള്ള നാടൻ റെസിപ്പികളിലൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം വെജിറ്റബിൾ ഓയിൽ എടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റിന് അധികം വേവില്ല, പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സദ്യ റെസിപ്പികളുടെയും വെജിറ്റേറിയൻ റെസിപ്പികളുടെയും ഒക്കെ ഞാൻ പ്ലേലിസ്റ്റ് പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നാടൻ റെസിപ്പികളൊക്കെ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോകളൊക്കെ ഒന്ന് കാണുക, റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ 3 വലിയ ക്യാരറ്റ് ആയതുകൊണ്ട് ഒരു 5-6 ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ തേങ്ങയുടെ ഈർപ്പം ഒന്ന് മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ തോരൻ റെഡിയാകും. അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.